നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സോറോസ് ഫണ്ടും ചൈനീസ് ഫണ്ടും കൈപ്പറ്റുന്ന രാജ്യവിരുദ്ധ ന്യൂസ് പോർട്ടലുകൾക്ക് ഉദാരമായി സംഭാവന ചെയ്യാൻ അഭ്യർത്ഥിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചീസ്തി. ന്യൂസ് ക്ലിക്കിന്റെ ചൈനീസ് ഫണ്ട് കേസിൽ യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെടെ പോളിറ്റ് ബ്യൂറോ തന്നെ അന്വേഷണ പരിധിയിൽ ആയിരിക്കെയാണ് സമാന സ്വഭാവമുള്ള ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ടറി, കാരവൻ, വയർ, സ്ക്രോൾ എന്നിവയ്ക്ക് ഫണ്ട് അഭ്യർത്ഥിച്ച് യെച്ചൂരിയുടെ ഭാര്യ എക്സിൽ ആഹ്വാനം നടത്തിയത്. ജനങ്ങളിൽ നിന്നുള്ള സംഭാവനയുടെ മറവിൽ ഹവാല കള്ളപ്പണം വെളുപ്പിക്കലാണോ പോർട്ടലുകൾ നടത്തുന്നതെന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. കാശ്മീർ വാല ന്യൂസ് പോർട്ടലിനുള്ള സംഭാവന തുകകൾ ഭീകരവാദ സംഘടനകൾക്ക് കൈമാറിയതിന് എഡിറ്റർ ഫഹദ് ഷായ്ക്കെതിരെ UAPA ചുമത്തി NIA കേസെടുത്തിരുന്നു. ന്യൂസ് പോർട്ടലുകളുടെ മറവിൽ വിദേശ ഫണ്ടും തീവ്രവാദ ഫണ്ടിങ്ങും വ്യാപകമാക്കുന്ന പ്രവണതയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാജ്യാന്തര തലത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകി സ്വാധീനിച്ച് സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജോർജ് സോറോസിനെ ഇന്ത്യയിലെ പ്രതിനിധിയും മലയാളിയുമായ ധന്യ രാജേന്ദ്രനെതിരെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം പ്രഖ്യാപിച്ചത്. ന്യൂസ് മിനിറ്റ് ചീഫ് എഡിറ്ററായ ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന DigiPub സംഘടനയിലൂടെയാണ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഫണ്ട് നൽകുന്നത്. DigiPubന്റെ ചെയർപേഴ്സണാണ് ധന്യ രാജേന്ദ്രൻ. ചൈനീസ് ഫണ്ട് കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിക്കും DigiPub അംഗമാണ്. ഓൾട്ട് ന്യൂസ്, ആർട്ടിക്കിൾ 14, ബൂം ലൈവ്, കോബ്ര പോസ്റ്റ്, HW ന്യൂസ്, ന്യൂസ് ലൗണ്ടറി, സ്ക്രോൾ, ദ ക്വിൻറ്റ്, ദ വയർ എന്നിവയാണ് DigiPubലുള്ള മറ്റംഗങ്ങൾ. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായ CAA വിരുദ്ധ സമരം, കർഷക സമരം, ഖാലിസ്ഥാനി ആക്രമണങ്ങൾ, മാവോയിസ്റ്റ് അതിക്രമങ്ങൾ തുടങ്ങിയവയെ സഹായിക്കുന്ന സമീപനമാണ് DigiPub സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഇടതുപക്ഷ മാധ്യമമായ ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനവും അതിന്റെ മേധാവി പുരകായസ്ഥയ്ക്കും ചൈനീസ് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കൻ മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്ത്യ വിരുദ്ധ വാർത്തകൾ ചെയ്യുന്നതിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ചൈനീസ് സർക്കാരിന്റെ നരേറ്റീവുകൾ പ്രചരിപ്പിക്കുന്നതിനുമായി ഏതാണ്ട് 38 കോടിയോളം രൂപയാണ് ന്യൂസ് ക്ലിക്ക് മേടിച്ചത്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും CPIM കേന്ദ്ര നേതൃത്വം അടക്കം അറിഞ്ഞുകൊണ്ടുള്ള ഗൂഢാലോചനയാണ് ഇതെന്നും വ്യക്തമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ യെച്ചൂരിയുടെ ഭാര്യയുടെ സാമ്പത്തിക സംഭാവന നൽകാനുള്ള ആഹ്വാനത്തിലൂടെ പുറത്തായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.